നമസ്കാരം. കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി യൂത്ത് വ്യാജനും സംഗീശനും വലിയ തോതിൽ പ്രചോദനം തന്നിരുത്തിയിരിക്കുന്നവർക്ക് കേൾക്കാൻ ഒരു വാക്ക് കേൾപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വാചകം കേൾപ്പിക്കുകയാണ്. വളരെ കൃത്യമായി കേട്ടില്ലെങ്കിൽ 8ന്റെ പണി പിന്നാലെ വരുവേ. കള്ളവോട്ടും ചെയ്യാൻ അനുവദിക്കില്ല. അത് ഞങ്ങളുടെ ജനാധിപത്യപരമായ ഉത്തരവാദിത്വമാണ്. തെരഞ്ഞെടുപ്പ് കള്ളവോട്ടിലൂടെ അട്ടിമറിക്കാനുള്ള നീക്കത്തെ തടയുക. നിയമാനുസൃതമായി അതിൽ ചെയ്യാവുന്ന അങ്ങേയറ്റം ഞങ്ങൾ ചെയ്തിരിക്കും. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് മാതൃകയിൽ 6,000 വോട്ട് ഞങ്ങൾ ചേർത്തിട്ടുണ്ടെന്നൊക്കെ സംഗീശൻ അവകാശപ്പെടുന്നുണ്ട്. അതായത് ഇരട്ട വോട്ട്. മാത്തൂർ പഞ്ചായത്തിൽ മലമ്പുഴ മണ്ഡലത്തിലുള്ളവരെല്ലാം ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഇല്ലാത്ത അഡ്രസ്സിൽ പേര് മാത്രം കൊടുത്ത് തിരിച്ചറിയൽ കാർഡും കൊടുത്ത് വോട്ട് ചെയ്യിപ്പിക്കാൻ അദ്ദേഹം കോപ്പ് കൂട്ടിയിരിക്കുകയാണ്. ആ സംഗീശന്റെ വാക്കും കേട്ടുകൊണ്ട് വോട്ട് ചെയ്യാനെങ്ങാനും ഇരിക്കുകയാണെങ്കിൽ ഊപ്പാട് വന്നു പോകെ. അതിന്റെ ഒരു ചെറിയ കാര്യമാണ് MP രാജേഷ് പറഞ്ഞ് നിങ്ങളെ കേൾപ്പിച്ചത്. അതായത് വെറുതെ അല്ല, നിയമപരമായിട്ട് അത്തരം വോട്ടുകളെ ചെറുക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് പറയുമ്പോൾ വ്യാജ വോട്ട് പരിപാടി എങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ വ്യാജ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ വിജയിച്ചതുപോലെയാണ് പാലക്കാട് മണ്ഡലത്തിൽ വന്ന് ഈ വ്യാജത്തരം കാണിച്ചിരിക്കുന്നത്. ആ വ്യാജത്തരം കാണിച്ച് അവരെ വോട്ടാക്കി 6,000-ഓളം പേരെ വോട്ട് ചെയ്യിപ്പിക്കാന്നൊക്കെ മനക്കോട്ട കെട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വാക്കും കേട്ടുകൊണ്ട് വല്ലാതെ പ്രചോദനം ഉൾക്കൊണ്ട് വോട്ട് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ദേ വിശദമായി കേട്ടോളൂ. അപ്പൊ ഇരട്ട വോട്ട് കള്ളവോട്ട് ചേർത്തത് ആരാണെന്ന് ഇപ്പൊ മനസ്സിലായില്ല എല്ലാവർക്കും. ഇപ്പൊ വ്യക്തമായല്ലോ, ഇപ്പൊ പൂച്ച് പുറത്ത് ചാടിയല്ലോ. ആരാണ് കള്ളവോട്ട് ചേർത്തത് എന്നും കള്ളവോട്ടിന്റെ ഗുണഭോക്താവ് ആരാണ് എന്നും ഇപ്പൊ പുറത്ത് ചാടി. വ്യാജ കാർഡ് ഉണ്ടാക്കി അതേ വിദ്വാൻമാരാണ് കള്ളവോട്ടും ചേർത്തിട്ടുള്ളത്. അപ്പൊ അവർക്ക് കുറച്ച് പ്രയാസമുണ്ടാവും. ഒരു കള്ളവോട്ടും ചെയ്യാൻ അനുവദിക്കില്ല. അത് ഞങ്ങളുടെ ജനാധിപത്യപരമായ ഉത്തരവാദിത്വമാണ്. തെരഞ്ഞെടുപ്പ് കള്ളവോട്ടിലൂടെ അട്ടിമറിക്കാനുള്ള നീക്കത്തെ തടയുക. നിയമാനുസൃതമായി അതിൽ ചെയ്യാവുന്ന അങ്ങേയറ്റം ഞങ്ങൾ ചെയ്തിരിക്കും. നിയമാനുസൃതമായി ചെയ്യാവുന്ന അങ്ങേയറ്റം ഞങ്ങൾ ചെയ്തിരിക്കും. നിയമാനുസൃതമായിട്ട് അത് തടയാൻ ബൂത്തിലും മാർഗമുണ്ട്. ആ കള്ളവോട്ടും ചെയ്തിട്ട് വന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നങ്ങനെ ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറയുകയാണ്, പിടിച്ചു കഴിഞ്ഞാൽ ഒരു സംഗീശനും കാണില്ല. ആകെ അനുഭവിക്കാൻ വേണ്ടി നിങ്ങളെ വീട്ടുകാരെ കാണത്തുള്ളൂ. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരത്തെ യൂത്തന്മാരുടെ എല്ലാത്തിന്റെയും ഇതുപോലെ സമരത്തിന് വിളിച്ചുകൊണ്ടുപോയവന്മാരുടെ ഇന്നത്തെ അവസ്ഥയും കേസിൽപ്പെടുത്തിയവരുടെ ഇന്നത്തെ അവസ്ഥയും ഒന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ. കാര്യം കാണാൻ വേണ്ടി ആരെയും ചാക്കിട്ടിറക്കും, കൊണ്ടുവന്ന് ബലിയാടാക്കും, ഇവർ എസ്കേപ്പ് അടിച്ചു പോകും. ഇതാണ് രീതി. അതുകൊണ്ട് നിങ്ങളോട് വരും കാലങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. എന്തായാലും വ്യാജ വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള നീക്കുപോക്കുകളൊക്കെ നടത്തി സ്വന്തമായി സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ പോലും അവർക്ക് വിജയിക്കാൻ കഴിയില്ലെന്നൊരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടെങ്കിൽ ഇടതുപക്ഷം ആ മേഖലയിൽ അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രചരണ രംഗത്ത് കടന്നു കയറി അവരുടെ ആത്മവിശ്വാസത്തെ തകർത്തിട്ടുണ്ട്. അപ്പോ ഇനിയിപ്പോ നേരത്തെ 3,800 വോട്ടിനാണ് വിജയിച്ചു കയറിയത്. അത് മറികടക്കാനും കുറച്ചുകൂടി ഞങ്ങൾ സേഫ് സോൺ ആക്കാം എന്നുള്ള നിലയ്ക്കാണ് 6,000 കള്ള വോട്ട്, പ്രത്യേകിച്ച് ഇരട്ട വോട്ട് സംഗീശന സംഘം അവിടെ നടത്തിയിരിക്കുന്നത്. അത് നടത്തിയതിനു ശേഷം ഇന്നലകളിൽ അവരുടെ പാളയത്തിലുണ്ടായിരുന്ന ഇന്ന് ഇടതുപക്ഷ സ്വതന്ത്രനായി അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായിട്ടുള്ള പി സരിൻ, അദ്ദേഹത്തിൻ്റെതും പത്നിയുടേതും വ്യാജ വോട്ടെന്നൊരു പ്രചരണം നടത്തുകയാണ്. ഇടതുപക്ഷം അവിടെ ആരെയും കൊണ്ടുവന്ന് വ്യാജ വോട്ടൊന്നും ചെയ്യിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കിയിട്ടില്ല. കോൺഗ്രസിൽ നിന്ന സന്ദർഭത്തിൽ പാലക്കാട് വീടുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ആ കോൺഗ്രസിന്റേതായ രീതിയിലാണ് സരിൻ വോട്ട് ചേർത്തിട്ടുള്ളത്. അത് ഒരൊറ്റ വോട്ടേ ഉള്ളൂ. അത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് അവിടെ വീടുണ്ട് എന്നുള്ളതിന്റെ രേഖകളും പുറത്തു വന്നു. അതിനുശേഷം പിന്നെ സതീശനോട് അതിന്റെ ചോദ്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് സതീശൻ അതിൽ മറുപടി പറയണ്ട എന്ന് കരുതിക്കൊണ്ട് ബാക്കിയുള്ളവരെയൊക്കെ അങ്ങ് ഇരട്ട വോട്ടിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ MP രാജേഷ് പറഞ്ഞ വാചകങ്ങൾ വളരെ പ്രസക്തമാണ്. കള്ള വോട്ടിലൂടെ വിജയിക്കാമെന്ന് കരുതണ്ട. നേരിട്ട് നിങ്ങൾക്ക് സ്വാധീനമുള്ള മണ്ഡലമല്ലേ, നിങ്ങൾ എന്തിനാ ആ രീതിയിലുള്ള കൃത്രിമത്വം കാണിക്കുന്നത്? രാഷ്ട്രീയ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തരം ഉടായ്പ പരിപാടിയല്ലല്ലോ. ഇടതുപക്ഷമാണ് ഇതെല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വ്യാജത്തര അടിമുടി കാണിച്ചതിന്റെ തെളിവുകൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ നിയമപരമായി തന്നെ അത്തരം വോട്ടുകൾ ചെയ്യാനുള്ള കാര്യത്തെ തടയുമെന്ന് ഇടതുപക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, തടയപ്പെടും. ആ കാര്യം ഈ പാവപ്പെട്ട വോട്ടർമാരൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കില്ലാത്ത ആത്മവിശ്വാസം തന്ന് നിങ്ങളെ ബലിയാടാക്കാൻ കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം മാത്രം തിരിച്ചറിയുക, കൈയോടെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യരും നിങ്ങളെ രക്ഷയ്ക്കുണ്ടാകില്ല. അതുകൊണ്ട് ഈ വ്യാജന്മാരുടെ എല്ലാം സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്തരം വോട്ട് ചെയ്യാൻ പരിശ്രമിക്കുന്നവർ എന്തായിരുന്നാലും അണ്ടർ സർവൈലൻസിലായിരിക്കും. വളരെ കൃത്യമായിട്ട് 2 വോട്ടർ പട്ടികയും പരിശോധിച്ച് ഇരട്ട വോട്ടുള്ള ആൾ ഇത്തവണ ഇവിടത്തേക്ക് മാറ്റിയ വ്യക്തിയാണെങ്കിൽ
വോട്ട് ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് ആരെങ്കിലും ഒക്കെ കൊണ്ട് ചെയ്യിപ്പിച്ച് കളയാമെന്ന് കരുതുന്ന UDF-കാരും സംഘീശ്വരും ഒക്കെ അതിനുവേണ്ടി വാങ്ങിവെച്ചേക്കുന്ന വെള്ളം അങ്ങ് മാറ്റിവെച്ചരെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള വളരെ കർമ്മനിരതമായിട്ട് കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് MP രാജേഷ് വളരെ കൃത്യമായിട്ട് ആ വിഷയത്തിൽ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് ശരിയാവണ്ണം തെരഞ്ഞെടുപ്പിൽ നാളെ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്തിട്ട് പോകുന്നതാണ് കോൺഗ്രസുകാർക്കും അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഫാൻസ് ആയിട്ട് കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്ന വ്യാജന്മാർക്ക് നല്ലതെന്ന് മാത്രമാണ് പറയാനുള്ളത്.